ഇട്ട തണ്ണിമത്തനാണ്. മോട്ടോർ പേരൊക്കെ എടുത്ത് 3 പോസ്റ്റ് വാങ്ങി കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് സബ്സിഡിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി ഒന്നും കിട്ടിയിട്ടില്ല. 5 HP മോട്ടറാണ് വെച്ചിരിക്കുന്നത്. എല്ലാം പൈപ്പിലൂടെയാണ് വരുന്നത്. എല്ലാം ഹൈടെക്കാണ്. വളവും വെള്ളം എല്ലാം ഹൈടെക്കാണ്. 3 പേര് പണിക്ക് വിട്ടിട്ടുണ്ടെന്ന്. പണിയെടുത്താൽ കാണാം. അത്രേ ഉള്ളൂ. നമ്മുടെ പാടമൊന്നുമല്ല കേട്ടോ, ഒക്കെ വെറുതെ പറഞ്ഞാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടുള്ള പാടമാണ്. അപ്പോൾ അവിടെ തണ്ണിമത്തൻ കൃഷി നടത്തുന്നുണ്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ വീടിട്ടുണ്ടായിരുന്നു കണ്ടം പൂട്ടുന്നതായിട്ട്. അതിനുശേഷം എന്താ ഒരു തണ്ണിമത്തൻ തൈയൊക്കെ വെച്ചിട്ട് ഇതേതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടി അന്ന് നമ്മൾ ഇൻ്റർലോക്ക് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് മുകളിൽ നിന്ന് നോക്കിയിട്ട് ഒരു ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ഒരു സമാധാനമാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കി വന്നപ്പോൾ ദേ സൺസൈഡിൽ പൊടി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ച നമ്മൾ പണിമുടക്ക് ദിവസമാണ് കേട്ടോ താഴെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടാന്ന് കരുതിയിട്ട് ആൾ കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ബീഫ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഒരു തക്കാളി സവോളയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്യല്ല, പാൽപ്പാട ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബ്രൗൺ കളറാവില്ലേ, ആ ടൈമിൽ നമ്മൾ ഓഫ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ അധികമൊന്നുമില്ല എങ്കിലും കുറച്ച് തക്കാളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ പച്ചമുളക് വന്നിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കനകാമരപ്പൂവിൻ്റെ ചെടി അന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ നല്ല ഭംഗിയിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് ഇത് മുന്തിരിൻ്റെയാണ് കേട്ടോ, അതും പിടിച്ചിട്ടുണ്ട്. പിന്നെ സവോള കേടുവന്നൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു, ഇതേ അതും പിടിച്ചിട്ടുണ്ട്. വഴുതിരിങ്ങ അങ്ങനെ എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക മാത്രം നമ്മുടെ വലുതായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ബീഫിന് ഉള്ളി വാട്ടിയിട്ട് വെക്കാമെന്ന് കരുതി. സവോളിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് അതാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ വേവിച്ച് കൂട്ടിയിട്ട് ഇക്കത്തെ കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ റവ ഉപ്മാവ് കഴിച്ചു, ആൾക്കത് ഇഷ്ടമല്ല, അത് ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക എന്താണ് കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ മകൻ 2-3 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പിലിടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഇനി നേരാക്കി റെഡിയാക്കി വയ്ക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് ഒന്ന് താളിച്ച് അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇക്കാരെ നോക്കാൻ വന്നപ്പോൾ ഈ കിളികളൊക്കെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൺസൈഡിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് അവർ പറന്ന് പോകുമ്പോൾ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ വൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്.